നമ്മുടെ വൈ ഫിറ്റ്നസ് ഇപ്പോ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷം ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. കൂട്ടത്തിൽ എന്താണ് നമ്മുടെ ഈ വൈ ഫിറ്റ്നസ് എന്നൊന്ന് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ കരുതി. നമ്മുടെ അച്ചായൻസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ചാനൽ എങ്ങനെ വൈ ഫിറ്റ്നസ് ആയി എന്നതൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അച്ചായൻസ് ഫിറ്റ്നസ് നമുക്ക് തന്ന പേരാണെങ്കിൽ വൈ ഫിറ്റ്നസ് നമ്മളിലേക്ക് വന്ന പേരാണ്. അതായത് എന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരു ബ്രിൻഡോ ചായ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതിലെ ആ അച്ചായൻ എടുത്തിട്ടാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ അച്ചായൻസ് ഫിറ്റ്നസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയം ആയതുകൊണ്ട് നമുക്കൊരു പേരും വേണം. കുഴപ്പമില്ല എന്ന് വെച്ച് നമ്മൾ ആ പേര് എടുക്കുകയായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഹെൽത്തിഫൈ മീലും ഫിറ്ററിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫിറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞ്, ഇനി ഞാനൊരു ട്രെയിനറാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭൂരിഭാഗം ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ടിപ്സ് വല്ലതും ഉണ്ടാവുമോ, എനിക്ക് മസിൽ ഒന്ന് വില്ലിയാണ് അല്ലെങ്കിൽ എനിക്ക് വണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിപ്സ് ചോദിക്കുന്ന നമ്മൾ 90% ആളുകളും അവർ പണ്ട് എപ്പോഴോ ജിമ്മിൽ പോയിട്ട് പിന്നെ നിർത്തിക്കളഞ്ഞ ആളുകളാണ്. അപ്പൊ ആ നിർത്തിക്കളഞ്ഞ ആളുകൾ എന്തുകൊണ്ട് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ജോലി തിരക്ക് കൊണ്ടാണെന്ന് പറയും, ചിലർ പഠിക്കാനുള്ള തിരക്ക് കൊണ്ടാണെന്ന് പറയും, അങ്ങനെ പല തിരക്കുകളും പറയും. ജിമ്മിൽ സ്ഥിരമായിട്ട് വരുന്നതിൽ ഏറ്റവും വീക്കായിട്ടുള്ള കൂട്ടുകാരാണെന്നറിയോ? എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് നിങ്ങൾ ഡോക്ടർ പറയും ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ലേ നിങ്ങളുടെ ആരോഗ്യം പോക്കാണ്, നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർ കൃത്യമായിട്ട് വരുന്നു? കാരണം അവർക്ക് അവിടെ ഒരു റീസൺ ഉണ്ട്, അത് ശക്തമായ ഒരു റീസൺ ഉണ്ട്. ദാറ്റ് ഈസ് എ വൈ. ആ റീസൺ കാരണം അവർക്കറിയാം ഇനി ഞാൻ എൻ്റെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ എനിക്ക് ആപത്താണ് എന്നുള്ളത്. അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ അസുഖമൊന്നും ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പൈസയ്ക്ക് എവിടെയെങ്കിലും പോവുക, എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുക, എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ ഹെൽത്ത് ഒരു ബേസ് ആണ്. അതേപോലെ തന്നെ നിങ്ങളെ ഹെൽത്ത് സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ റീസൺ. ആ റീസൺ പലർക്കും പലതായിരിക്കും. ചിലർക്ക് ചിലപ്പം ബുള്ളിങ് ആയിരിക്കും, വേറെ ചിലർക്ക് ചിലപ്പം അവർക്ക് കാഴ്ചയിലുള്ള അവരുടെ ഇഷ്ടമായിരിക്കാം, മറ്റു ചിലർക്ക് ഇതുപോലെ ഒരു റീസൺ ആയിരിക്കാം, അവരുടെ ജീവന് ഭീഷണിയാകാവുന്ന റീസൺ ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും there is a fucking reason. സോ അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ടാഗ് ലൈൻ, ഗിവ് യുവർ ഇന്നർ ബീസ്റ്റ് എ റീസൺ. നിങ്ങളൊരു ബീസ്റ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ അതിനൊരു റീസൺ ഇല്ലാതെ വരുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഇല്ല. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ഡയറക്ഷൻ. അതാണ് നമ്മുടെ ഈ വൈ ഫിറ്റ്നസ്. ദ റീസൺ, ദ വൈ ടു വർക്ക് ഔട്ട്, ടു ഡു സംതിങ്. അതാണ് വൈ ഫിറ്റ്നസ്.